ഓമൽ പുഞ്ചിരിയും കുരുന്ന് കണ്ണിൽ നാണവും നനുത്തൊന്ന് കൂടുവാൻ. ഇതേ എൻ്റെ അമ്മയുടെ വീടാണ്. അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള പരപ്പാണ്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നൊരു സ്ഥലമാണ്. ഏതൊരു ചേട്ടൻ ഇവിടെ നിന്ന് ചൂണ്ടിടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമുണ്ട്. എൻ്റെ അത്രയധികം എന്താ പറയണേ, എൻ്റെ ചെറുപ്പകാലം കണ്ട ഒരു ഏരിയയാണ്. കരിമീനെ എവിടെ വലിച്ച് കയറ്റി ചേട്ടാ? എന്തത്? ആ അടിപൊളി. ഈ എൻ്റെ പേരെനിക്കറിയാലോ. ഇത് മറ്റേ പല്ലിക്കോരയാണോ? അല്ലല്ല, പേര് ചെമ്മീനിട്ടാണ് ഇടണേ. ആ ഓക്കെ ഓക്കെ. രണ്ടെണ്ണം കിട്ടിയാ? ഇതേത് മീനാ? കണമ്പ്. ആ കണമ്പ് എനിക്ക് എന്ത് ഇഷ്ടമുള്ള മീനാന്നറിയോ? കറി വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാ. അല്ലെങ്കിൽ എന്നിട്ടാണ് ചേട്ടന് ഒരു കരിമീനെ കൂടി പിടിക്ക്. ഞാൻ അപ്പോഴേക്കൊന്ന് കറങ്ങിയിട്ട് വരാട്ടാ. അപ്പം ഇത് എൻ്റെ എന്താ പറയണേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവിടെ വരും. ഇന്ന് അമ്മാവൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ചീനവര തൊട്ട് ഫ്രണ്ടിലുണ്ട്. നമുക്ക് വെറുതെ ഒന്ന് കയറി നോക്കാം. നമ്മുടെ കൂട്ടുകാരന് ഇവിടെ ചീനവല വലിക്കുന്നുണ്ട്, ശരത്ത്. അവൻ്റെ ചീനവല അവിടെ ഇരുന്നു. അതൊക്കെ പൊളിഞ്ഞു പോയില്ലോ. ഇതാരുടെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നോക്കാം നമുക്ക്. ഉണ്ടോ, ഇതാണ് ചീനവല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ കാണുന്ന ഈ റിസോർട്ടില്ലേ, ഈ റിസോർട്ട് കംപ്ലീറ്റ് ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഈ റിസോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്. ഈ കാണുന്ന ഇവിടെ ഒരു കണ്ടം കണ്ടോ? അതിനകത്തേക്കൊക്കെ ഞങ്ങൾ പണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോട്ടെ, എനിക്കറിയില്ല. അതിനകത്തേക്കൊക്കെ പണ്ട് ഞങ്ങൾ മറ്റേ എന്തൊട്ടതിന് പറയണേ, ഞണ്ടിനെയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ എടുത്ത് ഇട്ടിട്ടുണ്ട് വളർത്താൻ വേണ്ടിയിട്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത്, അപ്പയുടെ കാലത്ത്. അപ്പോൾ പ്രോ ഫിഷറായിരുന്നു. ഒരുപാട് മീനൊക്കെ പിടിച്ചോണ്ടാണ് വരുള്ള ആൾ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര മടിയാണ്. കാരണം മീനും ഞണ്ടും കരിമീനും ഒക്കെ ആയിട്ടൊരു ആഘോഷം. നിങ്ങളുടെ കയറാമോന്ന് എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഇതൊരു റിസോർട്ടാണല്ലോ. റിസോർട്ടിൻ്റെ വഴി കൂടിയാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ തോട്, ഞങ്ങളുടെയൊക്കെ ഈ തോട് ഇപ്പം ഇങ്ങനെയായി. പക്ഷേ ഈ തോട്ടിൽ ഞങ്ങൾ പണ്ട് വഞ്ചി തുഴഞ്ഞിവിടം വരെ വരും. അന്നേ ഇതാ കാണുന്ന വീട് കണ്ടോ? അവിടെ ഒരു വീട് കണ്ടോ? ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾ താമസിക്കണ്ടായി. എന്നിട്ട് നമ്മുടെ ആ അറ്റം, അങ്ങ് ഈ തോടിൻ്റെ അറ്റമുണ്ട്, അവിടെയാണ് നമുക്ക് വെള്ളം കൊണ്ടുവരാനുള്ള പൈപ്പുള്ളത്. അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് കുടത്തിൽ നിറച്ച് ആ കുടം എടുത്ത് വഞ്ചിയിൽ വെച്ച്, അങ്ങനെ ആ വഞ്ചിയിലാണ് ഇതിൽ തുഴഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കാലം. ഈ കണ്ടത്തിലാണ് ഞങ്ങൾ ഇപ്പം നിലവിൽ അതൊക്കെ എന്താ പറയണേ, ഞണ്ടൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കണ്ടം വറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. അതൊക്കെ എന്ത് രസമാണെന്നറിയോ? അതായത് ആ അറ്റത്തും ഈ അറ്റത്തും വല പിടിച്ചിട്ട് ഇങ്ങനെ ആ വലയും കൊണ്ട് ഈ അറ്റം വരെ ഇങ്ങോട്ട് നീങ്ങി വരും. ഈ അറ്റം വരുമ്പോൾ ദൂരം മീനാന്ന് പറയാം. ഞങ്ങൾക്ക് ഈ കണ്ടത്തിൽ ദൂരം ഓടി കളിച്ചേക്കണമെന്നറിയോ? ഇപ്പം ഞങ്ങളുടെ ഹൗസ് വാമിങ് കിടക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കണ്ട റിസോർട്ട് കണ്ട അതിൻ്റെ അടുത്ത സൈഡിൽ അതായിരുന്നു നമ്മുടെ അമ്മയുടെ വീട്. അവിടെയാണ് ഇപ്പോൾ ഹൗസ് വാമിങ് കിടക്കണത്. പണ്ടൊരു സ്വർഗ്ഗമായിരുന്നു. കാരണം ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് പുറമ്പോക്ക് കിടക്കണത് ഞങ്ങൾ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുന്ന് കുറേ പേര്, എനിക്ക് എന്തോരം കൂട്ടുകാരാണെന്നറിയോ ഇവിടെ. അവരൊക്കെ ഈ പറഞ്ഞ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇപ്പം കാണാനായിട്ട് ഞാൻ അതായത് കാണാനായിട്ട് എന്താ പറയണേ, വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അന്ന് നമ്മുടെ ഒരു 10-15 വർഷം മുമ്പ് കണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉത്സവങ്ങൾക്ക് വരുമ്പോൾ കാണുമെങ്കിലും. കിട്ടിയാ മീനെ കിട്ടിയാ? പോലെ ഒരു മീനെ പിടിച്ചിട്ട് പോ. ഞാൻ പ്രേക്ഷകർക്ക് വാക്ക് കൊടുത്തു പോയില്ലേ? അപ്പം അവരെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം കാണാനും ഒരു സന്തോഷമാണ്. രാഹുൽ, ശരത്ത്, ശ്യാം, കുഞ്ഞൻ, സുദേവ്, കുടു, പിന്നെ അമ്പാടി, എന്തോരം പേരാണെന്നറിയോ? രാശി, ഇട്ടിച്ചൻ. കണമ്പ് മാത്രം കിട്ടിയോളൂ ഇല്ലെന്ന്. വെള്ളവും കലയും കിടക്കുന്നു. ഇത് നല്ല ടേസ്റ്റുള്ള മീൻ എനിക്കറിയാം. ഞങ്ങളുകൊണ്ട് വല വെച്ച് ഞാനും വലിയച്ഛൻ്റെ മക്കളും കൂടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. മറ്റേ തിരുതര കുഞ്ഞാന്ന് സംശയമുണ്ട്. കണ്ടിട്ട് കണമ്പിൻ്റെ ലുക്കുണ്ട്. പ്രായല്. ഇനിയിപ്പോൾ എങ്ങോട്ട് അടുത്ത ലൊക്കേഷൻ? എനിക്ക് വീട്ടിലൊന്നും അത്യാവശ്യം പോകണം. അതെയോ? ഇന്നത്തേക്കുള്ള കറിക്കായില്ലേ? ആഹാ, സത്യം പറഞ്ഞിപ്പോൾ എന്ത് സുഖമെന്നറിയോ? എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള
ഒരു യാത്രയുടെ റീക്രിയേഷനാണ്. 10-15 വർഷമായി ഉണ്ടാവണം, അല്ല 10 വർഷം കൂട്ടിക്കോ. കാരണം ഇവിടെ നമുക്ക് ചാത്തനാട് ഇപ്പോൾ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ആ പാലം അവിടെ ഇല്ല. അപ്പോൾ അത്രയും വർഷം പുറകിലാണ് ഞാൻ അവിടെ വന്നേക്കണേ, ചാത്തനാട് പാലം. അപ്പോൾ കുണ്ടേക്കാവ് എൻ്റെ അമ്മയുടെ വീട് അവിടെ നിന്നാണ്. അന്നും സൈക്കിൾ കെട്ടിയാണ് വന്നത്, ഇന്നും സൈക്കിൾ കെട്ടിയാണ് വന്നത്. ഇന്ന് അമ്മാവയുടെ സൈക്കിൾ എടുത്തുകൊണ്ടാണ് വന്നേക്കണേ. അമ്മാവൻ്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ്. അതാരാണ് ഇങ്ങോട്ട് പോകാനാണോ? ഓക്കെ, അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അല്ല, ഈ വഴികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ഞാനന്ന് ചായ അന്ന് കടിക്കാണ്ട് 2 രൂപ 50 പൈസയോ 3 രൂപ കണ്ട. അപ്പം അത്രയും മുമ്പാണ് ഞാൻ ഈ ഇവിടേക്ക് വന്നേക്കണത്. ആ പാലം നമുക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ കുഴിപ്പന്നം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ദൂരമുണ്ട് ഏറെക്കുറെ. ആട്ടെ, കുഴിപ്പന്നത്തെത്തി. ഇവിടെ ഏതൊരു കടയിൽ നിന്നാണ് അത്? ഏഴിക്കര കഴിഞ്ഞോ? ഏഴിക്കര കടക്കര അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഇവിടെ നാളെ ഇനി വഴിയൊക്കെ പോയിട്ട് ഒരു രാത്രി കൂടി വിട വാങ്ങവേ ഒരു പാട്ട് മൂളി വെയിൽ കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടാവും? നമ്മുടെ കുണ്ടക്കാവുള്ള കൂട്ടുകാരന്മാർ ഒന്ന് പറയാം. രാഹുലേ, കുഞ്ഞാ, രാരിച്ച, കുണ്ടക്കാവിൽ നിന്ന് ചാത്തനാട് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്ററിന് മേലെയില്ലേ? പക്ഷെ ഇതിൽ കൂടി സൈക്കിൾ ഓട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടുത്തെ കാറ്റ് എല്ലാത്തിനും ഒരു നൊസ്റ്റാൾജിയുടെ ഭയങ്കര മണമാണ്, ഒരു ഫീലാണ്. ആഹാ, വല്ലാത്തൊരു ഫീലാണോ. ത്തിൽ മുത്തമിട്ട ഞാൻ അവിടെ പോയി ഒരു ചായ കുടിക്കുക. അതിന് വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ. ചായ കുടിക്കാൻ അവിടെ ചായക്കട ഇല്ലാണ്ടല്ല, പക്ഷെ അവിടെ പോയി കുടിക്കാൻ കിട്ടുന്ന ഒരു സുഖം വേറെയാ. ഏതോ പിള്ളേര് ട്രിപ്പ് പോണതാ. ഇത് രസമുള്ള നാട്ടുവഴി. അതും ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം. സമയം ഒരു 10:05. അവിടെ ഒരു 11 മണിക്ക് ചെല്ലണം തിരിച്ച്. കാരണം അവിടെ ഫംഗ്ഷൻ നടക്കല്ലേ. ഓർമ്മകൾ കുറേ ഉള്ളിടത്തേക്കുള്ളൊരു യാത്ര. കുറേ നാളുകൾക്ക് ശേഷം അത് ഭയങ്കര രസം. ആ ഓർമ്മകളെ പൊടി തട്ടിയെടുക്കാനും. അപ്പോൾ ആ ചായക്കടയിൽ ചെന്നൊരു ചായ കുടിക്കുമ്പോൾ, അന്ന് ചായ കുടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 4 രൂപയോ 5 രൂപ കണ്ട. അപ്പോൾ അതിന് ശേഷം പോയി ആ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. ചായയുടെ മധുരം എന്തോരം കൂടിയുണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ചേട്ടത്തിയുടെ സൈക്കിൾ ഓടി പോടാ. ഈ ഗ്രൗണ്ടൊക്കെ പുതിയത് വന്നാണല്ലോ. ചേട്ടൻ ഭയങ്കര സ്പീഡിലാവണേ. ചേട്ടനെ വെട്ടിക്കാൻ പറ്റുള്ള ചേട്ടൻ തന്നെ വെട്ടിച്ചു കൂട്ടാ. പോയിക്കാ, എങ്ങോട്ട് വേണം? ചാത്തനാടാ. സെന്റ് വിൻസെന്റ് ഫെറർ ചർച്ചെത്തി. പക്ഷെ ഈ ചർച്ച ഞാൻ ഓർക്കണില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് ഈ ചർച്ച അല്ലേ. എന്ത് സ്പീഡിലാണ് പോണേ നോക്കി. അത്രയും ദൂരം എത്തി ഇയാള് ഉണ്ടോ? ഞാൻ അത്രയും പുറയില്ല. ചേട്ടൻ മൈലേജ് പവർ കൂടിയ ഓട്ടോറിക്ഷ, പവർ കൂടിയ സൈക്കിളാണ്. നമ്മുടെ പയ്യപ്പോണ സൈക്കിളാണ്. അത്രയും ദൂരം എത്തി ഉണ്ടോ? വാട്ട് എ സ്പീഡ്.
യെസ്, നമ്മളെത്താൻ പോണു മോനെ. ചാത്തനാട് പാലത്ത് എത്താൻ പോണു. ആഹാ, നേരത്തെ എന്നെ കാണാമോ? നേരത്തെ ചാത്തനാട് പാലം പകരം ജങ്കാറായിരുന്നു. ഇപ്പൊ ചാത്തനാട് പാലായി. ആഹാ, ഇത് പ്രത്യേക സുഖമുണ്ടോ? പാലം കയറിയിട്ട് വരാം. പാലത്തിന് മുമ്പുള്ളൊരു കടയിൽ നിന്നാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നത്. ആ കടയിൽ നിന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഞാൻ പോയി നോക്കട്ടെ കേട്ടാ. പാലം എത്തി. അടുത്തത് പാലോ. ഇരിക്കുന്ന ചാത്തനാട് ബസ്സിൽ കൂടെ കിടക്കണം കേട്ടോ. പാലം വന്നല്ലോ. പൊളിച്ചു. ഒന്നും മനസ്സിലാവാനുള്ള നിലവില് പാലം വന്നതോടുകൂടി. എങ്ങനെയായിരുന്നു പണ്ട്? ആ ചേട്ടൻ ആ സൈക്കിളിൽ വിട്ടു പോവാ. അതേ ആ പാലത്തിൽ കൂടി കയറി പോകണോ? ഞാനിവിടെ ഇഴഞ്ഞിഴഞ്ഞ് കഴിഞ്ഞ് എന്നാ അതിൻ്റെ പാലത്തിൽ കൂടി ചവിട്ടട്ടെ സൈക്കിള്. മാറത്ത് പൊളിച്ചു. വലിയ കയറ്റാ. സന്തോഷം. ചെങ്കാറിനെ പോയിക്കൊണ്ടിരുന്നേ. ഇത് നേരെ കയറി ചെന്ന കടമക്കുടിക്കാൻ കേട്ടോ. അടിപൊളി ഒരു ഐസ്ലാൻഡാണ് കടമക്കുടി. എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ലോ. ആ ഐസ്ലാൻഡിലേക്ക് നമ്മൾ ചെല്ലും. പൊളി. പക്ഷേ ബൈക്കിനൊന്നും ഇത്രയും ഫീൽ കിട്ടില്ല കേട്ടോ. സൈക്കിൾ തന്നെ അടിപൊളി. എന്നാ വലിയ പരപ്പാത്. ഇവിടെ കണ്ട ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു പരപ്പത് കണ്ട. ഇപ്പോൾ പാലം വന്ന് കണക്റ്റ് ആയപ്പോൾ അടിപൊളിയായി കണ്ട. ഇനി കയറ്റം കഴിയാറായി. ഈ ഇറക്കത്തിലൊരു പോക്കുണ്ട് പോലെ കാറ്റും കൊണ്ടിട്ട്. അത് വേറെ ലെവലായിരിക്കും. അതാ ബ്യൂട്ടിഫുൾ ഐസൻഡിലേക്ക്. ഹായ്. കേട്ടതല്ല ആകാശം കൊടുക്കത്തെ ബ്യൂട്ടിയാണല്ലോ. ഈ കണ്ണാടി കൂടി നോക്കിയിട്ടാണോ നിങ്ങൾ നോക്കി അല്ലേ? ഭയങ്കര ബ്യൂട്ടി ഫുൾ അല്ലേ നോക്കി മൊത്തത്തിൽ. അതെ ഇറക്കം എത്തിയിട്ടോ. എൻ്റെ അമ്മേ, ഇനി കാലുകൾ ചവിട്ടണ്ട. ഇനി കാലുകൾ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി കണ്ട. യെസ്, നമ്മൾ ആ ഇറക്കത്തിലേക്ക് ഇറങ്ങാൻ പോവാ. ആഹാ കണ്ടാ, കോടമഞ്ഞുണ്ടേ. എന്താ മോനെ, ചെങ്കാറി പോണത് വേറെ ഫീലായിരുന്നു. ഇല്ലാന്ന് പറയാനുള്ള. ചെങ്കാറിൽ കയറി ഞാൻ ഇപ്പുറത്ത് വരുമായിരുന്നു. എന്ത് രസമാണല്ലേ. ആഹാ, ഫസ്റ്റ് തന്നെയാണ് കള്ള് ഷാപ്പാണല്ലോ. പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ. അല്ല, ഇവിടെ കള്ള് ഷാപ്പ് ഭയങ്കര ഫേമസ് ആണെന്ന് പറയണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് കള്ള് ഷാപ്പ് ഫേമസ് ആണ് ഇവിടുത്തെ കറിയൊക്കെ. പക്ഷേ ഇന്നും കൂട്ടാൻ പറ്റില്ല. ഇന്നെന്തായാലും ചിങ്ങം 2-ാം തീയതി ശബരിമലയ്ക്ക് പോകാനുള്ളതുകൊണ്ട് ഇന്ന് ഷാപ്പിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേറെ ദിവസം അത് വരാം. കടമക്കുടി. യെസ്, ഐ അറൈവഡ് അറ്റ് കടമക്കുടി. 2 വഴിയുണ്ടല്ലോ. വരാപ്പുഴ നേരെ. അപ്പം നേരെ തന്നെ കടമക്കുടി ആയിരിക്കും ലെഫ്റ്റ്. ഞാൻ പണ്ട് വന്നേക്കാം, മറന്നു പോയില്ലോ. വരാപ്പുഴ നേരെ. അപ്പം നേരെ തന്നെയാണ്. അതെ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ ചേച്ചിനോട് ചോദിച്ചു നോക്കാം. കടമക്കുടി ഞങ്ങളാണ്. നേരെ ചെല്ലാം കടമക്കുടിയിലേക്കാ. കടമക്കുടി ഞങ്ങളുടെ കടമക്കുടി. നേരെ അങ്ങോട്ട് പോയത് മറ്റേ ഐസ്ലൻഡ് പോലെ ഉള്ളത്. ഓക്കെ. ഇത് തന്നെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് നാൾ മുമ്പല്ലേ. ഒന്നും പറയാല്ല മോനെ. എനിക്കൊരു 4 കിലോമീറ്ററെങ്കിലും ചവിട്ടിയുണ്ടാവും.
ചേട്ടൻ ഇത്ര നേരത്തെ വന്നാ എന്താ പറ്റിയേ? ചെയിൻ തെറ്റിയാ? ചെയിൻ തെറ്റി. 2020 വന്നായിരിക്കും ലാസ്റ്റ്. 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തൊട്ടടുത്ത് ഇറങ്ങുന്ന സ്ഥലമൊന്നും വന്നിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കും ഇന്ന് വന്നു ഇനി അടുത്ത ദിവസം വരാമെന്ന്. പക്ഷേ സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ മാത്രം നടക്കരുന്നെങ്കിൽ എന്ത് രസം ഓർമ്മല്ലേ? അല്ല, നമ്മൾ വിചാരിക്കാത്ത പോലെ നടക്കുമ്പോഴാണ് രസം. ഇവിടുത്തെ വീടുകൾ ഞാൻ പറഞ്ഞില്ലേ പഴയൊരു സ്റ്റൈലാന്ന്. കണ്ടാ നല്ല രസമല്ലേ? കുറച്ച് വീടുകളുണ്ടായി. ഇവിടുത്തെ വഴി ശരിയാക്കാൻ കേട്ടോ. ഇത്തിരി കട്ടയ അങ്ങനെ ശരിയാക്കിയല്ലോ, സന്തോഷം. പയ്യെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കടമക്കുടി ഐസ്ലൻഡിലേക്ക് കടക്കാൻ പോവാണ് ഗൈസ്. ആഴത്തിൽ ഞാൻ വാഴുകീറേൻ. നല്ല സ്ഥലത്തും അറിയാണ്ടാണ് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ കേൾക്കും. 96 പാട്ട് പോയിക്കോട്ടെ. കാണും യാവുമേ തീണ്ട തുണ്ടുമഴകാ நானே நானாயிருப்பேன் நாளில் பூராய் வசிப்பேன் வாழ்வை மறக்கிறேன். ஆஹா ஆஹா. ഞാൻ കടമക്കുടി ഐസ്ലൻഡ് മക്കളെ. ഈ വഴി നിന്നുള്ളൊരു എൻട്രി മിക്കവാറും ആരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും അവിടെ നിന്നല്ല വരാപ്പുഴേന്ന് കൂടുതൽ ആളുകൾ. വേർത്ത് കുളിച്ചു കേട്ടോ, കുളിച്ചു. എൻ്റെ അമ്മോ, നല്ല ദൂരമുണ്ട് ചവിട്ടാൻ. അവിടെ പോയി കുറച്ച് നേരം കാറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ ശരിയാവും. ഒരു നാരങ്ങയോളം കുടിക്കാം. ചായ ക്യാൻസലാക്കി, ചൂടല്ലേ. സർബത്ത് ഇവിടെ ഫേമസ് ആണല്ലോ, സർബത്ത് കുടിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഷാപ്പിലെ കറികൾ ടെസ്റ്റ് ചെയ്യാം. ആകാശമൊട്ട് രക്ഷയില്ല. അതെ ഉണ്ടാ, ആകാശം ഭയങ്കര ഭംഗി. അങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷനായ മിസ്റ്റർ ഏതീ സ്ഥലം യെസ് കടമക്കുടിയിലെത്തി. സമയേ 10:55. ഒരു 11:00 അവിടെ ചെല്ലണമെങ്കിൽ ഇപ്പോഴേ ഞാൻ എൻ്റെ ഈ രഥം ചവിട്ടി തുടങ്ങണം. അപ്പോൾ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു സർബത്ത് കുടിച്ചു. പിന്നെ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ വൈകും. സോ നമുക്ക് തീരെ സമയമില്ല. ഐ വാണ്ട് ടു ഗോ. നമ്മുടെ മെറ്റീരിയൽസ് എടുത്ത് വയ്ക്കട്ടെ. മെറ്റീരിയൽസ് മീൻസ് ദർ ഈസ് 1 കൂളിംഗ് ഗ്ലാസ്. യെസ്, എവിടെ പോവാം നമുക്ക്. അത്യാവശ്യം വെയിലായിട്ടുണ്ട്. പക്ഷേ കൂളിംഗ് ഗ്ലാസ് ഉള്ള കാരണം കൊണ്ട് നല്ല സുഖമാണ്. വെയിലിൻ്റെ ആ ഒരു പവർ കണ്ണിനറിയില്ല. കാണുന്ന കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. വീണ്ടും ചവിട്ട് തുടങ്ങി. അവിടെ പരിപാടി ഏകദേശം 11:30 ആകുമ്പോഴേക്കും ചെല്ലണമല്ലോ. അത്യാവശ്യം ദൂരമുണ്ട്. ഇനി അടിച്ചു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു മീഡിയം മെലഡി ആയിട്ടുണ്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കടമഴിയിൽ കമലകളം പോലത്തെ കിടിലൻ പാട്ടുകളായിട്ടാണ് പോകട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയും നല്ല നിമിഷങ്ങൾ ഇന്ന് സമ്മാനിച്ചതിന് എല്ലാവരോടും ദൈവത്തിനോടും നന്ദി. ആകാശം ഒരു രക്ഷയില്ലാത്ത മൂടാൻ തന്നു. ഒടുക്കത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഭംഗി. ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ വന്നിട്ട് നല്ല ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കീഴാം. കടമക്കുടി ടു കൊണ്ടേക്കാവ് പോയിക്കൊണ്ടിരിക്കുക. വണ്ടർഫുൾ ട്രിപ്പായിരുന്നു. സൂപ്പർ. സൈക്കിള് ചവിട്ടാത്തതുകൊണ്ടേ ഷോർട്ടായിട്ട് ഈ സൈക്കിളിന് സ്ലോ ആണോ. ഇനി എനിക്ക് ഭയങ്കര സ്പീഡ് കൊടുക്കണം. പറ്റൂല. ഇനി നമുക്ക് ഇവിടുന്നേ ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ട് പോവാം. എങ്കിലും ഇനി വണ്ടി വലിക്കുള്ളൂ. ഈ കടയിലുണ്ടാവും ഉപ്പ് സോഡ. പഴയ കടകളതൊക്കെ. ഞാൻ വരുമ്പോൾ ഒരു കട കണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് കുടിക്കാമെന്ന് ചോദിച്ചാൽ അപ്പുറത്തായിരിക്കും. നോക്കാം നമുക്ക്. ഓക്കെ,
സോഡ നാരങ്ങ ഞങ്ങൾ കട എത്തി. ഇതൊരു കട കണ്ടിട്ടാ പോയാൽ ഞങ്ങൾ ഇതെല്ലാം ഇവിടെ അതിന് മുമ്പ് ഇല്ല. സോഡ ഉണ്ടോ? യെസ്, ഇവിടെ ഇതല്ലേ. ഒരുപാട് തണുത്ത സോഡ വേണ്ട, ഒരു മീഡിയം തണുപ്പ്. തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. അതാ വേണമെങ്കിൽ പകുതി നമുക്ക് തണുക്കാത്ത സോഡ ഒഴിക്കാം, എന്നിട്ട് സോഡയുടെ പൈസ എക്സ്ട്രാ തന്നാൽ പോരെ. ഓക്കെ, അത് മുക്കാൽ ഭാഗം വെച്ചിട്ടേ അത് മതി. എന്നിട്ട് സോഡ തണുക്കാത്ത വെച്ചോ. സൈക്കിളിൽ വിട്ട് വശത അയക്കണേ കറക്റ്റ് തണുപ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ പോയിട്ട് കട കണ്ടോണ്ടാ പോയേ. ഓക്കെ, ഞാൻ എടുക്കണം. എൻ്റെ അമ്മോ, എന്തൊരു സുഖം. അടിപൊളി. മുഖം കഴിയട്ടെ. എൻ്റെ മക്കളെ, അങ്ങനെ സോഡയെ കുടിച്ച് സോഡ അരങ്ങളോ കുടിച്ചാലേ ഫ്രഷായി വീണ്ടും ചവിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനിയുണ്ട് ദൂരം. ഏഴിക്കര ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ, പഞ്ചായത്ത് പടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ടാവും. സോഡ കുടിച്ചപ്പോൾ എനർജി സൈക്കിളിന് ഭയങ്കര ഒരു പവറോറാ. ഇവിടെ ഒരു ചേർത്ത് കുടിച്ചു കേസ്. അപ്പോൾ കുണ്ടേക്കാവ് ടു കടമക്കുടി ട്രിപ്പ് പര്യവസാനിക്കാറായി. ഇനി ഏതാനും ദൂരം കൂടി ഉള്ളൂ. കുണ്ടേക്കാവ് പാലത്താറായി. കുറേ നാളത്തെ സൈക്കിൾ ഓട്ടിയാറില്ലേ. ഇന്നത്തെ യാത്ര കുണ്ടേക്കാവ് പാലത്തിൽ നിന്ന് നേരെ ചാത്തനാട് പാലത്തിലേക്ക്, സോറി കടമക്കുടി പാലത്തിലേക്കുള്ള യാത്രയാണ്. ചാത്തനാട് പാലം തന്നെ ഇരിക്കുന്നു, കടമക്കുടി പാലമാണ്. വേർത്ത് കുളിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് കടമക്കുടി പാലത്തിൽ നിന്നിട്ടുണ്ട്. അത് പാലത്തിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. വേർത്ത് കുളിച്ചു ഗൈസ്. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത യാത്രയിൽ കാണാം. നൊസ്റ്റാൾജിക്ക് യാത്ര ഉണ്ടത്. അമ്മയുടെ വീടാണല്ലോ അവിടെ. ഇത്ര നാളായി ഇതിലേക്ക് പോയിട്ട്. ചാത്തനാട് വണ്ടി ഉണ്ട്, അതൊരു ടൈമിംഗ് ആയി പോയിട്ടോ. ചാത്തനാട് വണ്ടിയാണ്. ഈ വണ്ടിയിലൊക്കെ എന്തോരം കയറി പോയേക്കണമെന്നറിയോ? ഇതങ്ങറ്റം ചാത്തനാട് വരെ പോകും. ഗൈസ്, നമുക്ക് നമ്മുടെ ചേച്ചിയുടെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേരിട്ട കുഞ്ഞൻ ചേച്ചിയുടെ മകളാണിത്. ഹായ് പറഞ്ഞേ. ഹായ്. അയ്യോ, ഞങ്ങൾ ഹൗസ് വാമിങ് എല്ലായിടത്തേക്ക് ചെല്ലട്ടേട്ടാ. നിങ്ങളവിടെ നിന്ന് എപ്പോൾ പോന്നപ്പേ? നിങ്ങളല്ലാടി. നല്ല രസം ഈ വഴികളൊക്കെ. ഞങ്ങൾ ഒത്തിരി വൈകി പോയി. പരിപാടി എന്തായി അവിടെ? പെഞ്ചൊക്കെ എന്ത് എല്ലാ കേസും എത്തിയിട്ടുണ്ട് കേസ്. പോയിക്കോട്ടെ, ഞങ്ങൾ പുറകാരാ. ഞങ്ങളുടെ പഴയ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന പരപ്പിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞാൻ, അമ്മ, വല്യമ്മ, വല്യമ്മയുടെ മക്കള്, അവരുടെ മക്കള്, എല്ലാവരും കൂടിയാണ് ഞങ്ങൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ പോണത്. ഇവരൊന്നും ഇല്ലാട്ടോ, ഇതൊക്കെ ജനിച്ചിട്ട് കൂടിയില്ല. ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ട്. ഇവരൊന്നും ഇല്ല. ദേ ആർ നോട്ട് ഹിയർ. ഞങ്ങളുടെ ഈ ഇതില്ലേ, ഈ കണ്ടോല്ലേ, ഈ കണ്ടോ അപ്പയും അപ്പുറത്തെ വെല്ലിച്ചനൊക്കെ കൂടി ഇങ്ങനെ വറ്റിക്കണ ഒരു പരിപാടി ഉണ്ട്. നിറച്ച് മീനെ കിട്ടണേ. ഓ, അതൊക്കെ ഒരു കാലം മോനെ.
അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടം വിട്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. അപ്പോൾ ബൈ ബൈ.